ഞണ്ട് ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത ആൾക്കാരുണ്ടോ? എന്നാ അങ്ങനെയുള്ള എൻ്റെ ഉമ്മ അതൊന്ന് രുചിച്ചു പോലും നോക്കാതെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റ് കുക്കറിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ചിലരങ്ങനാണല്ലോ. അവരത് കഴിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് രുചിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. നല്ല ആവി പറക്കണ കപ്പയുടെ മുകളിലേക്ക് ഈ ഞണ്ട് റോസ്റ്റ് എടുത്ത് അതിൻ്റെ തോടിനുള്ളിൽ നിന്ന് ആ മാംസമൊക്കെ എടുത്ത് കപ്പയായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം. ഭയങ്കര രുചിയാണ് കേട്ടോ. ഇതിനായി ഒരു ചട്ടിയിലേക്ക് ഏകദേശം 1/2 കിലോ സവോള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, 4 പച്ചമുളക് നെടുകിനെ കീറിയതും, 3 വറ്റൽമുളക്, ഒരു തക്കോലം, 2 പീസ് പട്ട, 5 ഏലക്കായ, ഒരൽപ്പം കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിനുപ്പും കറിവേപ്പിലയും ഒരു മുഴുവൻ വെളുത്തുള്ളിയുടെ പകുതിയും 50 ഗ്രാം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഞണ്ട് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം മസാല ചേർത്ത് വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം. കുക്കർ തുറന്ന് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നല്ല ആവി പറക്കണ കപ്പ അങ്ങോട്ട് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ ഞണ്ട് റോസ്റ്റ് വെച്ച് ആ തോടിനുള്ളിൽ നിന്ന് അതിൻ്റെ മാംസമൊക്കെ എടുത്ത് രണ്ടും കൂടെ കൂട്ടി കഴിച്ചിട്ടങ്ങ് കഴിക്കണം. സംഭവം റെഡി.